ഇന്ദിരാഭവനിലേക്കാണ്. ഇന്ദിരാഭവനിൽ വലിയ ആഘോഷ പരിപാടികൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിരുന്നു. നമ്മുടെ പയ്യൻസ് അവിടെ ചെന്നിട്ടുണ്ട്. ജയശങ്കർ, ഗുഡ് മോർണിംഗ് ജയശങ്കർ, പറയൂ. ഗുഡ് മോർണിംഗ് SKN ആഷ്മി, വിജയകുമാർ. പതിവിലും നേരത്തെ KPCC തുറന്നിട്ടുണ്ട്. നേതാക്കൾ ആരും എത്തിയിട്ടില്ല. ആദ്യ ഫലസൂചനകൾ വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ട് വരും. ദേശീയ തലത്തിൽ എക്സിറ്റ് പോളുകൾ വന്നതിന് പിന്നാലെ കോൺഗ്രസിന് സീറ്റുകളുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടെങ്കിലും കേരളത്തിൻ്റെ കാര്യത്തിൽ അവർ വളരെ ഓക്കെയാണ്. 2019 ഫലം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ കോൺഗ്രസും UDF-ഉം എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രം ഈ ഇന്ദിരാഭവനായിരിക്കും, KPCC ആയിരിക്കും. എന്തായാലും നേരം വെളുക്കുന്നതേ ഉള്ളൂ. ഒരു 10 മണിയോടുകൂടിയൊക്കെ തന്നെ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തും. വലിയ തോതിലുള്ള ആഘോഷങ്ങളാണ് KPCC ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പലരും ലഡുവും പടക്കങ്ങളും ഒക്കെ വാങ്ങിയെന്നാണ് അറിഞ്ഞത്. ഇതിനുള്ളിൽ ഉണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും അതൊക്കെ തന്നെ ആദ്യ ഫലസൂചനകൾ വരുന്നതോടുകൂടി എടുത്ത് പൊട്ടിക്കാമെന്നൊരു പ്രതീക്ഷയിലാണ് നേതാക്കൾ ഉള്ളത്. ഇനി ദേശീയ തലത്തിൽ കൂടി അധികാരം കിട്ടിയാൽ ഡബിൾ ഹാപ്പി എന്നാണ് രാവിലെയും മറ്റും പല നേതാക്കളും വിളിച്ച സമയത്ത് പറഞ്ഞത്. എന്തായാലും KPCC ആസ്ഥാനം റെഡി ആയിട്ടുണ്ട്. ഇനി ഫലം വന്നാൽ മാത്രം മതി. തിരുവനന്തപുരത്തെ 2 സ്ഥാനാർത്ഥികളും തലസ്ഥാനത്ത് തന്നെ ഉണ്ട്. ശശി തരൂർ വീട്ടിലാണ്, അടൂർ പ്രകാശ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലുണ്ട്. മറ്റ് നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തും. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MM ഹസൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ തലസ്ഥാനത്തുണ്ട്. KPCC അധ്യക്ഷൻ കണ്ണൂരിലാണ്. എന്തായാലും KPCC ആസ്ഥാനം റെഡിയാണ്. ഇനി ഫലസൂചനകൾ മാത്രം വന്നാൽ മതി. ദേശീയ തലത്തിൽ കിട്ടിയില്ലെങ്കിൽ പോലും കേരളത്തിൽ 2019 ആവർത്തിക്കാമെന്നൊരു ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ. കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ പോലും അവർ ആ വലിയൊരു ആത്മവിശ്വാസം കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. ഫ്രാൻസിസ് ജോർജ് പറയാണ് അവിടെ വലിയ നമ്മുടെ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ജയിച്ചാൽ കൊടുക്കാൻ വേണ്ടി പോത്തിറച്ചി പിടിയും കൊടുക്കാൻ വേണ്ടി 5 പോത്തുകളെ ഒരാഴ്ച മുമ്പ് ഇറക്കി നിർത്തിയേക്കാണ് അവിടെ. 5 പോത്തിറച്ചി പിടിയിറക്കി അവരങ്ങനെ പറയുന്നത്. ഞാൻ എന്നോട് ചോദിക്കുന്നില്ല. സെന്ററിൽ ഇപ്പൊ പോയാല് അവിടെ VA ഗിരീഷ് ഉണ്ടോ? VA ഗിരീഷ് റെഡിയാണ്. അവിടെ സെന്ററിലെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഗിരീഷ് അങ്ങോട്ട് പോയത്. നേതാക്കന്മാർ ഇന്ദിരാഭവൻ നേതാക്കന്മാർ ആരും എത്തിയിട്ടില്ല. അവർ ഇനി എപ്പോ എത്തും? ഉറങ്ങി കാണത്തില്ല. ഗിരീഷ് അവിടെ ഉണ്ട്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊരു സന്തോഷം ആലോചിച്ചു. ഓക്കെ, നല്ല ചിരിയാ എല്ലാ ചാനലിലും ഇപ്പൊ. ഓക്കെ, പറഞ്ഞോ. ഗുഡ് മോർണിംഗ് SKN, ഹാഷ്മി, വിജയകുമാർ. AKG സെന്റർ സജീവമായിട്ടില്ല. അല്പസമയം കൂടി കഴിയുമ്പോൾ 7:30 കൂടി തന്നെ നേതാക്കന്മാർ AKG സെന്ററിലേക്ക് എത്തും. സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതാണ്, അതിജീവനത്തിൻ്റെ ഒരു പോരാട്ടം തന്നെയായിരുന്നു CPM-ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാരണം ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടൽ എന്ന് പറയുന്ന ഒരു ഭീഷണി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകൾ കേരളത്തിൽ നിന്ന് ലക്ഷ്യം വെക്കുക, ഇത് തന്നെയാണ് CPM ജാഗ്രതയോടെയുള്ള പ്രവർത്തനത്തോടെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴും ഈ എക്സിറ്റ് പോൾ ഫലം CPM-നെ അല്പം നിരാശപ്പെടുത്തുന്നതാണ്. പക്ഷേ അത് ആ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ CPM തള്ളിക്കളയുകയാണ്. കാരണം യാതൊരു ശാസ്ത്രീയമായ അടിത്തറയുമില്ലാത്ത രാഷ്ട്രീയമായ അഭ്യാസ പ്രകടനം എന്നുള്ളതാണ് CPM ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ഫലത്തിലേക്കാണ് CPM ഉറ്റുനോക്കുന്നത്. ഈ ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ ഒരു ബദൽ സഖ്യത്തിന് നേതൃത്വം നൽകുന്നതിനും CPM-ന് കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ലഭിച്ചേ മതിയാകൂ എന്നൊരവസ്ഥയാണ്. കാരണം 11 സീറ്റുകളെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ലെങ്കിൽ ദേശീയ പാർട്ടി എന്ന് പറയുന്ന പദവി നഷ്ടപ്പെടും. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ CPM ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൽ നിന്നാണ്. 8-ലധികം സീറ്റുകൾ കേരളത്തിൽ നിന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ് CPM ഇപ്പോഴും വിശ്വസിക്കുന്നത്. കഴിഞ്ഞ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് 12 സീറ്റുകൾ LDF-ന് കിട്ടും എന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ നേതാക്കന്മാർ AKG സെന്ററിലേക്ക് എത്തും. ഇതിനുശേഷം ഇവിടെയായിരിക്കും കൂടിയാലോചനകളൊക്കെ എന്തായാലും നടക്കുക. തെരഞ്ഞെടുപ്പ് ഫലം നിരീക്ഷിക്കുന്നതും വിലയിരുത്തുന്നതുമൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം AKG സെന്ററിലേക്ക് എത്തിയ ശേഷമായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.